മീൻ കറി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ, എസ്പെഷ്യലി മത്തി കറി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ രീതിയിൽ പീരയാക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കുമല്ലേ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന മത്തി കൊണ്ടുള്ളൊരു പീരയാണ്. നമ്മുടെ സാർഡിൻ മത്തി ഓൾറെഡി ഇത് കഴുകി ഇതെല്ലാം കളഞ്ഞിട്ടുള്ളതാണ്. ക്ലീനാക്കിയ മത്തിയാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതാ ഞാനിവിടെ മത്തി കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് മത്തിയാണ്. ഞാൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്യാം. ഇത് പീര ആയതുകൊണ്ട് ഞാൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഉപ്പും മുളകും പുളിയെല്ലാം അതിൽ പിടിക്കും. നോക്കാം എന്തൊക്കെയാണ് ചേർക്കുന്നുണ്ട്. മീനിനകത്ത് നമുക്ക് കുറച്ച് സബോള അരിഞ്ഞ് ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചേർക്കാം. നമുക്കിനി പച്ചമുളക് ചേർക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ചേർക്കേണ്ടത് ഇഞ്ചിയാണ്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ, കാരണം പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇടുന്നത് തേങ്ങാപ്പൊടിയാണ്. എൻ്റെ ഫ്രഷ് തേങ്ങയില്ല, അത് കാരണം തേങ്ങാപ്പൊടിയാണ് ഇടുന്നത്. ഇനി നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. ഞാൻ കഴുകി നന്നായി ക്ലീൻ ചെയ്ത പുളിയാണ്, കുടംപുളിയാണിത്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ മീൻപീര വെക്കുമ്പം നമ്മുടെ കയ്യിൽ മാങ്ങയുണ്ട്, നല്ലതാണ്. എൻ്റെ ഇല്ല, നമ്മളിന്ന് കുടംപുളി ഇട്ടാണ് വെക്കുന്നത്. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി വേകാൻ ആവശ്യത്തിന്. ഒത്തിരി വെള്ളം വേണ്ട, ചാറില്ലാത്തതുകൊണ്ട് ഇത് പീരയല്ലേ. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പീര ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് താളിച്ച് ചേർക്കാം. ഇതുവരെ നമ്മൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. നോക്കാം നമുക്ക്. ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്ന വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയും ഉലുവയും എല്ലാം കൂടി ചേരുമ്പോൾ നല്ല മണവും നല്ല സ്വാദും ഉണ്ടാവും വേണ്ടിയിട്ട്. നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒരു ചുമല ഒരു ബ്രൗൺ കളർ ആവുന്ന വരെയാണ്, എന്നാലും അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. വെളുത്തുള്ളി പരമായിട്ടുണ്ട്. നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീൻപീര നോക്കൂ, കറക്റ്റായിട്ടുണ്ട്. ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ രുചികരമായ മീൻപീര, മത്തിപ്പീര തയ്യാറായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.